നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ് അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണം. മന്ത്രി റോഷി അഗസ്റ്റിൻ. മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട അനാവശ്യ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ആശങ്കപ്പെടേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല. അണക്കെട്ടിന്റെ സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടുക്കി കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ ചർച്ച ചെയ്തു. പുതിയ ഡാം വേണമെന്ന് തന്നെയാണ് നിലപാടെന്ന് ജോസ് കെ മാണി വ്യക്തമാക്കി. PV അൻവറിന് തിരിച്ചടി. നീരൊഴുക്ക് തടസ്സപ്പെടുത്തി പണിത നിർമ്മിതികൾ പൊളിച്ചു നീക്കണം. ഉത്തരവിട്ടത് കളക്ടർ. കോഴിക്കോട് കക്കാടംപൊയിലിൽ PV അൻവർ MLA കാട്ടരുവിയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തി നിർമ്മിച്ച നിർമ്മിതികൾ പൊളിച്ചു നീക്കുവാൻ ഉത്തരവ്. 1 മാസത്തിനകം പൊളിച്ചു നീക്കാനാണ് ജില്ലാ കളക്ടർ ഉത്തരവിട്ടത്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണ വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സിറ്റി ടവർ NRI ഫെസ്റ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. 3000 രൂപ വില വരുന്ന ഷെർവാണി വെറും 500 രൂപയ്ക്ക്. സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ. വിവിധ വലുപ്പത്തിലുള്ള 3 വെറും 6999 രൂപയ്ക്ക്. 70% ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും NRI ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. ഓഗസ്റ്റ് 15 അവസാനിക്കുന്ന NRI ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ് അങ്കമാലി. Our sister concern City Wear and City Shoes Angamali. Number 048424555555. മുസ്ലിം ലീഗ് പിന്തുണച്ചു. തൊടുപുഴ നഗരസഭാ ഭരണം LDF-ന്. തൊടുപുഴ നഗരസഭയിൽ മുസ്ലിം ലീഗ് പിന്തുണയോടെ LDF ഭരണം പിടിച്ചു. CPM-ന്റെ സബീന ബിഞ്ചു നഗരസഭാ ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടു. സബീന ബിഞ്ചുവിന് 14 വോട്ട് ലഭിച്ചു. 5 ലീഗ് കൌൺസിലർമാർ LDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു. കോൺഗ്രസിലെ K ദീപകിന് 10 വോട്ടാണ് ലഭിച്ചത്. കോൺഗ്രസ് 6, മുസ്ലിം ലീഗ് 6, കേരള കോൺഗ്രസ് 1 എന്നിങ്ങനെയാണ് UDF-ലെ കക്ഷിനില. LDF-ന് 12 അംഗങ്ങളാണുള്ളത്. കോൺഗ്രസിൽ നിന്നും K ദീപകും മുസ്ലിം ലീഗിൽ നിന്നും MA കരീമുമാണ് മത്സരിച്ചത്. നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ UDF-ൽ ഉടലെടുത്ത ഭിന്നതയാണ് LDF-ന് ഭരണം ഉറപ്പിച്ചത്. തൊടുപുഴ നഗരസഭയ്ക്ക് മുൻപിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് സംഘർഷം. തൊടുപുഴ നഗരസഭയ്ക്ക് മുൻപിൽ മുസ്ലിം ലീഗ് കോൺഗ്രസ് സംഘർഷം. തൊടുപുഴ നഗരസഭ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. മുന്നണി സമവായങ്ങൾ ലംഘിച്ചുവെന്നാരോപിച്ചാണ് വാക്കേറ്റം ഉണ്ടായത്. മുന്നറിയിപ്പ് അവഗണിച്ചെന്ന പ്രചാരണം തെറ്റ്. പുനരധിവാസത്തിന്റെ ഒരു പുതിയ കേരള മാതൃക ഉണ്ടാകും. മന്ത്രി. വയനാട് ഉരുൾപൊട്ടലിൽ മുന്നറിയിപ്പ് പ്രാധാന്യത്തോടെ എടുത്തില്ല എന്ന് പറയുന്നത് ശരിയല്ലെന്ന് മന്ത്രി MB രാജേഷ്. മുന്നറിയിപ്പ് കണക്കിലെടുത്ത് അവിടെ നിന്നും 150ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അവരോട് അവിടെ നിന്ന് മാറണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ചിലർ സ്വന്തം ഇഷ്ടപ്രകാരം ബന്ധുവീടുകളിലേക്ക് പോയി. മറ്റു ചിലർ അല്ലാതെയും മാറിയിരുന്നു. പഞ്ചായത്ത് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്ര വലിയ ദുരന്തം പ്രവചിച്ചുകൊണ്ടുള്ള മുന്നറിയിപ്പായിരുന്നില്ല ഇതെന്നും മന്ത്രി പറഞ്ഞു.
മയിലിന്റെ അപ്പം പൊടി ഉണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കുമ്മാട്ടിക്കളിയിലൂടെയുള്ള വരുമാനം വയനാടിന്. പുലിക്കളിയും കുമ്മാട്ടിയും റദ്ദാക്കിയതിൽ ചർച്ച വേണമെന്ന ആവശ്യം. പുലികളിയും കുമ്മാട്ടിയും റദ്ദാക്കിയ നടപടിയിൽ സംഘങ്ങളെ വിളിച്ചുകൂട്ടി ചർച്ചയ്ക്ക് കോർപ്പറേഷൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട പുലികളി സംഘങ്ങളുടെ സംയുക്ത കൂട്ടായ്മ തൃശൂർ മേയർ MK വർഗീസിന് നിവേദനം നൽകി. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലികളിയും കുമ്മാട്ടിക്കളിയും വേണ്ടെന്നാണ് കോർപ്പറേഷൻ പ്രഖ്യാപിച്ചത്. മുന്നൊരുക്കങ്ങൾക്കായി ലക്ഷക്കണക്കിന് രൂപ ഓരോ സംഘങ്ങളും ചെലവാക്കിയിട്ടുണ്ടെന്നും കോർപ്പറേഷന്റേത് കൂടിയാലോചന ഇല്ലാത്ത നടപടിയായിരുന്നുവെന്നുമാണ് സംഘങ്ങളുടെ നിലപാട്. സംസ്ഥാനത്ത് കോഴിവില കുത്തനെ ഇടിഞ്ഞു. പ്രാദേശിക ഉൽപാദനം കൂടിയതും തമിഴ്നാട്ടിൽ നിന്നുള്ള കോഴിയുടെ വരവ് ഉയർന്നതുമാണ് വില കുറയുവാൻ കാരണമെന്ന് വ്യാപാരികൾ പറഞ്ഞു. 2 ആഴ്ച മുൻപ് 160 ആയിരുന്ന കോഴി കിലോയ്ക്ക് 100 രൂപ മുതൽ 120 രൂപ വരെയാണ് ഇപ്പോഴത്തെ വില. ഭാരനിയന്ത്രണം അത്ലറ്റിന്റെ ജോലി. വിനേഷാണ് തെറ്റ് ചെയ്തത്. പരിശീലകരെ പഴിച്ചിട്ട് കാര്യമില്ല. PT ഉഷ. ഭാരം നിയന്ത്രിക്കേണ്ടത് അത്ലറ്റിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് പാരീസ് ഒളിമ്പിക്സിൽ ഭാരപരിശോധനയിൽ പരാജയപ്പെട്ടതിനു ശേഷം അയോഗ്യയാക്കപ്പെട്ട സംഭവത്തിൽ വിമർശനം ഉന്നയിച്ച് PT ഉഷ രംഗത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 10 ജില്ലകളിൽ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു. ഇന്ന് മലപ്പുറം, ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.